പ്രചാരണ കൊഴുപ്പിൽ പീരുമേട് മണ്ഡലം. മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി സംസ്ഥാന ദേശീയ നേതാക്കളെയാണ് മണ്ഡലത്തിലേക്ക് എത്തിക്കുന്നത്. പ്രചാരണം കത്തിക്കയറുമ്പോൾ വിവാദങ്ങളും ഉയരുന്നുണ്ട് പീരുമേട്ടിൽ. അതിലിപ്പോൾ ഏറ്റവും പ്രധാനമായി ഉയരുന്നതാണ് രമേശ് ചെന്നിത്തല അന്തരിച്ച മുൻ MLA വാഴൂർ സോമന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയത്. എന്നാൽ ഇടത് നേതാക്കൾ മണ്ഡലത്തിലെത്തിയിട്ട് വാഴൂരിന്റെ വീട് സന്ദർശിച്ചില്ല എന്നതാണ് വിവാദമായി മാറുന്നത്. വിവരങ്ങളുമായി ഷിനു വളകോട് ചേരുന്നു. ഷിനു, എന്തൊക്കെയാണ് വിവരങ്ങൾ? തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ ഉയരുന്ന കടുത്ത വേനൽ ചൂടിനൊപ്പം ആ തെരഞ്ഞെടുപ്പ് ചൂടും ഉയരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പീരുമേട് നിയോജക മണ്ഡലത്തിൽ മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി സംസ്ഥാന നേതാക്കളാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാറിൽ നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ വണ്ടിപ്പെരിയാറിൽ നിന്ന് സംഘടിപ്പിച്ച UDF-ന്റെ പരിപാടിയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വരും ദിവസങ്ങളിൽ NDAയുടെയും സംസ്ഥാന നേതാക്കൾ എത്തിച്ചേരുമ്പോൾ ആവേശം അതിന്റെ പാരമ്യത്തിലെത്തുമെന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ UDF സ്ഥാനാർത്ഥി ശ്രീക് തോമസിന്റെ പ്രചരണത്തിനായി ശശി തരൂർ, KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളും എത്തിച്ചേരുമെന്നും അതോടൊപ്പം തന്നെ ഈ ആവേശം അതിന്റെ ഏറ്റവും പാരമ്യാവസ്ഥയിൽ എത്തുമ്പോഴും ചില വിവാദങ്ങളും പീരുമേട്ടിൽ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത ആ പരിപാടിയിൽ പീരുമേടിന്റെ മുൻ MLA അന്തരിച്ച വാഴൂർ സോമന്റെ ഭവനം സന്ദർശിക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രസംഗത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുകയും അദ്ദേഹത്തിന്റെ ഭവനം സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനും അദ്ദേഹം തയ്യാറായി. എന്നാൽ തന്റെ ഭരണപക്ഷയിൽപ്പെട്ട MLA ആയിരുന്നിട്ട് കൂടി ഇടുക്കിയിൽ എത്തിച്ചേർന്നിട്ട് പിണറായി വിജയൻ അവിടെ എത്തിച്ചേരാഞ്ഞത് ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്.